ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ഈശോ പറഞ്ഞ് വന്ന് കാണുക. ഈശോ ആരാകുന്നു എന്ന് കാണാനായിട്ട് ആഗ്രഹിച്ച യോഹന്നാന്റെ ശിഷ്യരോട് ഈശോ പറയുന്ന വാക്കുകൾ, ദേ നിങ്ങൾ വന്ന് കാണുക, എന്റെ കൂടെ താമസിച്ച് എന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഈശോ നടന്നു പോകുന്നത് കാണുമ്പോഴാണ് ഈ യോഹന്നാന്റെ ശിഷ്യന്മാര് ഈശോയുടെ പിന്നാലെ വരികയാണ്. പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പോൾ ഈശോയെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ ഈശോ പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കുകളാണ്. ഈശോയെ അറിയണമെങ്കിൽ അവന്റെ കൂടെ താമസിക്കാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇത് തന്നെയാ. ഈശോയെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. പലപ്പോഴും ഈശോയെ നാം അറിയുന്നത് എങ്ങനെയാ? മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ ഒരിക്കലും ഈശോയെ അടുത്ത് അറിയാനായിട്ട് സാധിക്കത്തില്ല. ഈശോയെ നീ അറിയണമെങ്കിൽ അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറാവണം. അവന്റെ കൂടെ താമസിക്കാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ അവനെ യഥാർത്ഥത്തില് അനുഭവിക്കാനായിട്ട് നിനക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് എത്രമാത്രം ഈ ദൈവാനുഭവം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലെ, ഈ ദൈവാനുഭവം സ്വന്തമാക്കിയിരിക്കുന്നവര് എത്രയോ നേരമാ പ്രാർത്ഥിക്കുന്നത്, എത്രയോ നേരം ദൈവസന്നിധിയിൽ അവർ ശാന്തമായിട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അവരൊരിക്കലും ബഹളങ്ങളുടെ മധ്യയല്ല, മറിച്ച് അവര് മാറി ശാന്തമായിട്ടിരിക്കുകയാണ് ദൈവത്തെ കേൾക്കാനായിട്ട്, ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ശാന്തത നമുക്ക് നേടിയെടുക്കാം. ബഹളങ്ങളിൽ നിന്ന് ഒന്ന് മാറിയിരിക്കാനായിട്ട്, ശാന്തമായിട്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് അവനെ കേൾക്കാനായിട്ട്, അവന്റെ കൂടെ താമസിച്ച് അവനെ അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹത്തില് എന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.